ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ സ്വന്തം ശ്രീത്താണ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കോട്ടത്തറ. ഈ കോട്ടത്തറ ഒരു ഗ്രാമപ്രദേശമാണെന്ന് പറഞ്ഞത്. ഈ ഗ്രാമപ്രദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഗ്രാമപ്രദേശങ്ങളെല്ലാം നമുക്ക് ശരിക്കും നമ്മൾ വീഡിയോ എടുത്ത് എല്ലാവരിലും എത്തിക്കേണ്ടത്. ഇത് കാണാൻ നിങ്ങൾ ശരിക്കും നമ്മൾ കണ്ടോ, അതാ അവിടെ അടുത്ത് പുഴയാണ്, ചെറിയൊരു അരുവിയൊക്കെ ഉണ്ട് അവിടെ. അരുവി ഉണ്ട് അങ്ങോട്ട്. അങ്ങോട്ട് കാണിച്ചു തരാം കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് കാണിച്ചു തരാം കേട്ടോ. പശുക്കൾ അതുപോലെ കണ്ടോ, ഒരു ഞാൻ പറഞ്ഞില്ല, അതാ ഒരു ഒഴുകിപ്പോകുന്ന ഒരു അരുവി കണ്ടോ, അതാ അങ്ങോട്ട് പുഴയാണ്. അതിനങ്ങോട്ട് പോകുമ്പോൾ ഞാൻ വേണേൽ പുഴ കാണിച്ചു തരാം. അതുപോലെ നമ്മളിതാ വയലിതാ കണ്ടോ, എല്ലാം അവിടെ നിൽക്കുക. ഞാൻ പറഞ്ഞില്ലേ വയൽ നമ്മളിപ്പോൾ ഞാറ് നട്ടിരിക്കുന്ന ടൈമാണിപ്പോൾ. കണ്ടോ, ഞാറ് നല്ല ഇതിൽ നട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ കണ്ടോ, രണ്ട് സൈഡിലും വയലിൻ്റെ രണ്ട് സൈഡിലാണ് ഈ ഇതുണ്ടോ, ചെറിയ ആ പുഴയിലോട്ടുള്ള ചെറിയ ഒരു അരുവിത ചെറുതായിട്ട് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. കണ്ടല്ലേ, ഇത് കണ്ടല്ലോ നിങ്ങൾ. അതുപോലെ നല്ല രസമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ, കാണാൻ തന്നെ. ഞാൻ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോവാം. ഞാനിപ്പം പോകണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കണ്ടോ പിന്നെ അതുപോലെ തന്നെ അതിന് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ നമ്മളങ്ങോട്ട് പോവുകയാണ്. നമ്മൾ ഇവിടെ പോവുകയാണ് കേട്ടോ, ഈ റോഡിൽ കൂടെ. അപ്പോൾ നമ്മൾ ആ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ കോട്ടത്തറ ഗ്രാമത്തിലേക്കാണ് പോണത്. അപ്പോൾ നമ്മൾ വണ്ടിയിലാണ് പോണത് കേട്ടോ. അതാ റോഡ് കാണിച്ചു. റോഡിലേക്ക് നമ്മളിതാ റോഡിൽ കൂടെ ഇങ്ങനെ പോവുകയാണേ. നമ്മൾ ആ സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ അത് പോവുകയാണ്. കണ്ടോ, ചെറിയൊരു പാലമൊക്കെ ഉണ്ട് ഇവിടെ സൈഡിൽ. പാലം കണ്ടോ, ചെറിയൊരു പാലം കണ്ടതാ, ആ പാലം. അപ്പോൾ നമ്മളതാ നല്ല അന്നൊക്കെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറേ വികസനം കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് നല്ല വൃത്തിയായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ കോട്ടത്തറയ്ക്ക് പോകാൻ പറ്റും നമുക്ക്. കോട്ടത്തറയ്ക്ക് നമ്മളിതാ പോകണം. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേണ്ടി എൻ്റെ രണ്ട് സുഹൃത്തുക്കളെ അറിയപ്പെട്ടിട്ടുണ്ട്. അവസാന സമയം ഞാൻ അവരെ കാണിച്ചു തരും. കാരണം അവരാണ് എൻ്റെ ഫ്രണ്ടിലെ ക്യാമറ ചെയ്താൽ അവരാട്ടോ. അപ്പോൾ നമ്മളിതാ ഈരംകുറ്റി ഒരു ബോർഡ് കണ്ടേ. പണ്ടൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ കോട്ടത്തറയ്ക്ക് വരുന്ന സ്ഥലം കൂടിയായിരുന്നു. ഭയങ്കര പറഞ്ഞാൽ വെള്ളം കയറി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് റോഡൊക്കെ ബ്ലോക്കായി പോകും. അപ്പോൾ ഇപ്പോൾ അങ്ങനെ വെള്ളം കയറുന്നില്ല കുറവ്. എന്ന് വെച്ചാൽ റോഡിനൊക്കെ ഹൈറ്റ് കൂട്ടിയപ്പോൾ ഇപ്പോൾ അങ്ങനെ ഇല്ല കാര്യമായിട്ട്. കണ്ടോ, ഇത് രസമാണ് കാണാൻ. സ്ഥലം തന്നെ കാണാൻ തന്നെ കണ്ടോ. മഞ്ഞമുള ഉണ്ടോ, അതാ മഞ്ഞമുള കണ്ടോ, മഞ്ഞമുള. അതിൻ്റെ സൈഡ് കൂടെ രണ്ട് ഇതായിട്ട് കേട്ടോ. അവിടെ തൊട്ടപ്പുറത്തൊക്കെ വയലാണ്, ഫുൾ വയലാണ്. വയൽ കൃഷികളാട്ടോ. അവിടെ കൃഷിക്കാരാണ് ഏറ്റവും കൂടുതൽ കേട്ടോ. അവിടെ നെല്ല് കെട്ടുന്നുണ്ട്, അതിൽ വാഴ നടുന്നുണ്ട്. ആ വാഴ നട്ട് കന്ന് വെച്ചിട്ട് പൊന്തി വന്നിട്ടുള്ള ചെറിയ തൈകളാണ്, വാഴത്തൈകൾ കണ്ടല്ലേ. അതാ പണി കണ്ടോ. അതാണ് ഇങ്ങനെ നമ്മളിങ്ങനെ പോകും കേട്ടോ. അപ്പം പോയിക്കൊണ്ടിരിക്കാം. കാണാൻ തന്നെ ഒരു ഇതില്ലേ, ഒരു വൈബ് തന്നെയല്ലേ, രസം തന്നെ. നമ്മൾ ആ ഗ്രാമപ്രദേശത്തിൽ എത്താൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പോകുന്ന വഴിക്കൊരു പഴയൊരു പാലമുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുന്നേ പഴക്കമുള്ളൊരു പാലമെന്ന് പറയുന്നത്. ആ പാലത്തിൻ്റെ അങ്ങോട്ടാണ് നമ്മളിപ്പോൾ എത്തിപ്പെടും ഉറപ്പായിട്ടും. ഒരു കയറ്റം കയറി ഇങ്ങനെ പോകുന്നു. ആ റോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഓപ്പോസിറ്റ് ഒരു വണ്ടി പോയില്ലേ, അത് കമ്പ്രക്കാട് വന്നേക്ക് പോകുന്ന റോഡാട്ടോ. അതവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ പോകും. എന്താ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഒരു നിമിഷം നേരം, ഒരു മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് നമ്മൾ കോട്ടത്തറ ടൗണ്, ചെറിയൊരു ടൗണാണ്. എന്താ പറയുക, ആ പഴയ മോഡലിൽ കിടക്കുന്ന ആ ഓടിട്ടതും ആ സൈഡിലായിട്ടുള്ളതും ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാകും. വയലാണ് സൈഡിലൊക്കെ കണ്ടു. വയൽ തന്നെ ഫുള്ള് ഇഷ്ടം. ഇവിടെയൊക്കെ വയലാണ്. ഉണ്ടല്ലോ,
ഫുള്ള് വയലുകളാണ്. ഇനി ഇതാ ഞാൻ പറഞ്ഞ പാലം, ഇതാ പുഴ ഉണ്ടോ, പുഴ എന്ന് പറഞ്ഞത് ആ പുഴയിലേക്ക് കണ്ടോ, പുഴയിലേക്ക് ക്യാമറ കൊണ്ടുപോവുകയാണ്. പുഴ കാണിച്ചുതരാം. പുഴയുടെ മുകളിൽ കൂടെ നമ്മളെ പാലത്തിൻ്റെ മുകളിൽ കൂടെ കേട്ടോ. ഇതാ കണ്ടോ, പഴയ പാലമാണേ ഈ പാലത്തിൻ്റെ. കണ്ടോ ആ പുഴയുണ്ടോ, പുഴ ഇതാ പുഴ കാണിച്ചുതരാം. ഒഴുകുന്നുണ്ടോ പുഴ. അങ്ങനെ ആ പുഴയിലേക്ക് നമ്മളിതാ പോകുന്നു കേട്ടോ. പുഴ ഇങ്ങനെ കാണിച്ചു തരാം. പിന്നെ ഈ പാലം കണ്ടോ, ചെറുകിടമായിട്ട് പറഞ്ഞതാ നമ്മളിപ്പോൾ കോട്ടത്തറ ടൗണിലേക്ക് എത്തിപ്പെടും കേട്ടോ. ഇവിടെ ഒരു ബണ്ട് കെട്ടിയിട്ടുണ്ടോ, നിന്നാണ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോകുന്നത്. മഴ പെയ്തിട്ട് വെള്ളം ചെളി വെള്ളമായിട്ട് ഒഴുകുന്നുണ്ടോ. ഈ പാലമാണ് ഇങ്ങനെ കിടക്കുന്നത്. നമ്മളിതപ്പോൾ കോട്ടത്തറ ടൗണിലേക്ക് പോവുകയാണേ. ഇനിതാ കോട്ടത്തറ എന്ന് എഴുതിയൊരു ബോർഡ് കണ്ടോ. അതാണ് കോട്ടത്തറ എന്താ പറയുക ടൗണിലേക്കുള്ളതാണ്. ആ ബോർഡാണ് കോട്ടത്തറയിലേക്ക്. നമ്മളിപ്പോൾ പിന്നെയും കോട്ടത്തറ അങ്ങോട്ട് തന്നെ പോവുകയാണ്. ഒരു വണ്ടി പോകുന്നുണ്ട്, അതുപോലെ കാറുകളൊക്കെ. ഇത് നമ്മൾ കോട്ടത്തറ ഇവിടെ കാമന്നമത്തേക്കൊക്കെ പോകുന്ന റോഡും കൂടിയാണെന്ന് പറയുന്നത്. അതിലിങ്ങനെ പോയി നമ്മളൊരു അമ്പലമൊക്കെ ഉണ്ട് അവിടെ, തെഴുതൻ അമ്പലം. പക്ഷെ അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മളെ കോട്ടത്തറ ഈ വീഡിയോസാണ് നമ്മളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന വീടിതാണ്. അപ്പോൾ നമ്മളിപ്പോൾ കോട്ടത്തറ ചെറിയ ഞാൻ പറഞ്ഞില്ല കണ്ടോ, പഴയ തനിമയിലുള്ളത് പഴയ ഓടിട്ട് കണ്ടോ, ആ ഓടിട്ടതൊക്കെ കിടക്കുന്നുണ്ട് നിങ്ങൾ. കോട്ടത്തറ സർവീസ് അതുപോലെ ഇതാ നമ്മൾ കണ്ടോ സമയം ഫാൻസി കണ്ടോ, ആ ഓടിട്ട് തന്നെ ഇപ്പോഴും മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. കേട്ടോ ശരിക്കും നമ്മളിപ്പോൾ ആകെ ഉള്ളത് ഈ ഇൻ്റർലോക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ മാറ്റങ്ങൾ കേട്ടോ, വേറെ ഒന്നുമില്ലേ. ഞാനപ്പോൾ നമുക്ക് ബാക്കി കോട്ടത്തറ ടൗണുകളും അതുപോലെ ഇവിടെ വണ്ടി സൈഡാക്കി പോയതില്ല. പുഴയുടെ സൈഡിലെ വണ്ടി സൈഡാക്കാൻ പോവുകയാണ്. എന്നിട്ട് നമ്മൾ ഇറങ്ങുന്നു. അപ്പോൾ ആ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കോട്ടത്തറ ടൗണിലേക്കുള്ള ഇതാണ് കേട്ടോ, കാണിച്ചു തരാം കേട്ടോ. ഉണ്ടോ കണ്ടാൽ തന്നെ ഒരു എന്താ പറയുക, നല്ലൊരു കാണാൻ തന്നെ ഉണ്ടല്ലോ. അവിടെ വയലാണ് മൊത്തം, ഞാൻ പറയല്ലോ വയലുകളാണ്. ഈ ചെറുകിട വണ്ടിക്കാരും ചെറുകിട ഓട്ടോറിക്ഷക്കാരും ഡ്രൈവർമാരും അങ്ങനെ പാവപ്പെട്ടവരും സാധാരണക്കാരൊക്കെ താമസിക്കുന്നൊരു നമ്മളിങ്ങനെ ഉണ്ടോ വയലേ പറ്റില്ല. അത് വയൽ പെണങ്ങോട് റോഡ് എന്നൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. വെന്നോടേക്ക് പോകുന്ന റോഡാട്ടത് അത് കാണുന്നത്. വെന്നോട് വയനാട്ടിൽ തന്നെ വന്നു കഴിഞ്ഞാൽ വെന്നോടേക്ക് പോകുന്നൊരു സ്ഥലമുണ്ട്, വെന്നോട് കുറുമ്പാലക്കോട്ട എന്നൊക്കെ പറയും. അവിടേക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ പോകും. ഇപ്പോൾ ഇന്നും അങ്ങോട്ട് പോകില്ല, അടുത്ത വീഡിയോ ഞാൻ അങ്ങോട്ടായിരിക്കും മിക്കവാറും. ഒരു ടിപ്പർ പറന്ന് വരുന്നുണ്ട്. ദൈവമേ, കടകളൊക്കെ ഒന്ന് ചോദിക്കുകയാണ്. ഈ വർഷങ്ങളോട് ഒരുപാടൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. ഞാൻ ഓടിച്ച് പോകാം കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ എൻ്റെ കൂടെ 2 സുഹൃത്തുക്കൾ വന്നു. അത് അവരങ്ങോട്ട് പോയേ. അവരെയും കൊണ്ട് വന്നപ്പോൾ അവർക്ക് ചായ വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അവരങ്ങോട്ട് പോയി. അപ്പോൾ അതാണ് കണ്ടോ എന്തൊരു ഭംഗിയാണ്. കണ്ടോ ഭംഗിക്കൊരാസ്വാദനം തന്നെയാണ് നമ്മൾ കേട്ടോ. ഈ ടൗണുകളൊക്കെ ഒന്ന് കാണുക നിങ്ങൾ, പഴയ കാലത്തെ കണ്ടോ. നമ്മൾ ശരിക്കും ഏത് ഗ്രാമത്തിൽ പോയാൽ ആ ഓടിൻ്റെ ക്യാമറ ഓടുത്തെ തനിമയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതുപോലെ പഴയ കാലത്തേക്കൊക്കെ നമ്മൾ കണ്ടോ. എനിക്ക് ഓർമ്മ ചെറിയ കടകളൊക്കെ, അതുപോലെ നമ്മൾ ഈ കടകൾ മൊത്തം ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ പുഴയുണ്ട് പുറകിൽ, ആറോ ചെറിയൊരു പുഴയാണ് കണ്ടോ, ആ ഒഴുകുന്ന പുഴ. ഇത് ചെന്ന് കയറുന്നില്ല വലിയൊരു ഞാൻ പറഞ്ഞല്ലോ കോട്ടത്തറ പുഴ ചെന്ന് വെണ്ണൂർ ഭാഗത്തേക്കുള്ള ഇതിലേക്കാണ് ചെന്ന് കയറുന്നത്. അതുപോലെ ഓരോ ഓട്ടോറിക്ഷക്കാരും ഒരു ഉണ്ട്. ഞാൻ പറഞ്ഞില്ല ചെറുകിടമായിട്ടുള്ളൊരു ഓട്ടോസ് കണ്ടോ. അവിടെ കപ്പത്തണലൊക്കെ നമ്മളെ കപ്പത്തൊക്കെ ഉണ്ടല്ലോ പഴയ ആ കപ്പത്തണൽ ഒക്കെ അവിടെയാണ് ഈ ഓട്ടോക്കാർ ഒരു വണ്ടികളൊക്കെ നിൽക്കുന്നത്. സാധാരണക്കാരായ ആൾക്കാർ ഓടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഓട്ടോറിക്ഷക്കാർ കേട്ടോ. നമ്മളെപ്പോലെ തന്നെ എല്ലാവരും ഓടി ജീവിക്കുന്ന തന്നെ. പക്ഷെ അവർക്ക് അന്നൊന്ന് ഓടുന്ന ഓട്ടത്തിൽ കിട്ടിയാലല്ലോ ഒരു കുടുംബത്തേക്ക് അറിയാലോ. അപ്പോൾ ഇതാണ് നമ്മളെ കോട്ടത്തറ ടൗണ്. എന്നാലും ലോറിയൊക്കെ വരുന്നുണ്ട്. ചെറുകിടമായിട്ട് പറയുകയാണെങ്കിൽ
ലോറികൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ചേട്ടനോട് തന്നെ ചോദിക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഞാൻ പിന്നെ എൻ്റെ ഒരു ബ്ലോഗാണ് ശ്രീത്ത് നായർ എന്നുള്ള ഇതാണ്. അപ്പം ഈ കോട്ടത്തറ ടൗൺ ഒന്ന് എടുക്കാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോൾ ഇവിടുത്തെ പഴയ ഇതുണ്ടല്ലോ ഈ തനിമയൊക്കെ അതൊന്നും ഇപ്പോഴും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഓടിട്ട ഇതും പിന്നെ എല്ലാവരും വണ്ടികളൊക്കെ കണ്ടപ്പോൾ. നിങ്ങളെ പേരെന്താ? അബ്ദുൽ അസീസ്. ആ കണ്ടിട്ടൊരു കലാകാരൻ്റെ ലുക്കൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അഭിനയം പരിപാടിയൊക്കെ ഉണ്ട് അല്ലേ? ഓഹോ, ഒരുപാട് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഓട്ടോറിക്ഷൻ്റെ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? ആണ്. പക്ഷേ ഈ കോട്ടത്തറ ടൗണേ ഒരു പ്രത്യേകതയാണ്. കാരണം നമ്മൾ ഈ നമ്മളെ നാട്ടിലെ ടൗണിൽ പറയാന്ന് വെച്ചാൽ ഇപ്പോൾ രാത്രിയിലെ കിളികളും കൊക്കുകളും ഒരുപാട് അതുപോലെ തന്നെ പുഴകളും വൈകിട്ട് ഒരു 6 മണിക്ക് ആ സമയത്ത് അല്ലേ? ഓ അത് ശരി ആണല്ലേ. ആ പിന്നെ സുഖമായിരിക്കുന്നു ആണല്ലേ? ഇങ്ങനെ ഓട്ടോക്കെ ഉണ്ടോ? കുഴപ്പമില്ല അല്ലേ? അതെ. ഞാൻ പറഞ്ഞത് ആകെ വെച്ചാൽ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുന്നേ വരുമ്പോൾ അന്ന് ഇന്റർലോക്ക് ഒന്നും അല്ലല്ലോ ഇവിടെ. സാധാരണ ചെറിയ അത്ര വീതിയൊന്നുമില്ല. പ്രളയം വന്നതിന് ശേഷം വന്നതാ ഇന്റർലോക്ക് അല്ലേ? പ്രളയം വന്നപ്പോൾ ഇവിടെ ഒലിച്ചു പോയിരുന്നു. അതിനുശേഷമാണ് ഈ ഇന്റർലോക്ക് ഇട്ടത്. ഇവിടെ ടൗൺ മൊത്തം ഒലിച്ചു പോയിരുന്നല്ലോ. ആണല്ലേ? ഓഹോ. അപ്പൊ അതിനുശേഷമാണ് ഇങ്ങനെ ഈ വെള്ളം പ്രശ്നങ്ങളൊക്കെ വന്നത് അല്ലേ? നിങ്ങളെ പേരെന്താ? എൻ്റെ ഒരു ഷൗക്കത്തലി അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ നാടൊക്കെ നമ്മളൊക്കെ നാടൊക്കെ എല്ലായിടത്തും ഒന്ന് കാണണ്ടേ? അതിനോട്ട് ഇങ്ങനെ ഇറങ്ങിയാണ്. ഇങ്ങനെ എന്താ പറയുക, മൈക്ക് വെച്ചിട്ട് തന്നെ പറയാം. ഈ മൈക്കൊന്ന് വെച്ചോ. അപ്പോൾ ശരിക്കും ഈ കോട്ടത്തറ ടൗൺ ഗ്രാമം തന്നെ പറയും. ഗ്രാമം തന്നെ. അതെ, കോട്ടത്തറ ഗ്രാമമാണ്. കാര്യമായിട്ട് എന്താണ്? കൃഷിയാണ്. അവിടെ മെയിനായിട്ട് നെൽകൃഷിയുണ്ട്. വാഴക്കൃഷിയാണ് ഇപ്പം കൂടുതലും. ഇവിടെ നെല്ലുമാണ് കൂടുതലുള്ളത്. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ആദിവാസികളുടെ മേഖലയാണ് കൂടുതൽ. പക്ഷെ അവർക്ക് എന്ന് വെച്ചാൽ കൂടുതൽ പണിക്കിറക്കാനുള്ളൊരു പ്രയാസം കൊണ്ട്. കാരണം പ്രയാസം എന്ന് വെച്ചാൽ ഈ ബംഗാളികൾ ഒരു കളിയാണ്. ബംഗാളിയാണ് ഫുള്ളായിട്ട് നാട്ടിലും നാടനെ ഭരിക്കുന്നത്. കാരണം വെച്ചാൽ വാഴപ്പണിയായിക്കോട്ടെ, തെങ്ങ് വറക്കായിക്കോട്ടെ, അതുപോലെ തന്നെ നാട്ടിനുള്ളതായിക്കോട്ടെ, ഇവരെല്ലാം ചെയ്യുന്നത് ഈ പിന്നെ ബംഗാളികളാണ്. അപ്പം അതുകൊണ്ട് തന്നെ സാധാരണക്കാരനായ ആദിവാസികൾക്ക് ഇവിടെ പണിയില്ലാത്തൊരവസ്ഥയാണുള്ളത്. അതുപോലെ തന്നെ ഈ ഹോട്ടൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന നമുക്കും പണി പറ്റ കുറവാണ്. അപ്പം അങ്ങനത്തെ അതിൻ്റെക്കുന്ന ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ നമുക്ക് നല്ലോണം അതിനോട് അനുഭവിക്കുന്നുണ്ട്. ഒത്തൊരുമയോടുള്ള ജീവിതമാണ് ഇവിടെ എല്ലാവരും പോകുന്നത്. പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മളെ വയനാടിൻ്റെ സ്വന്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദിവാസികളാണ്. അവർക്ക് വരെ വർക്കില്ല. കാരണം ബംഗാളികൾ വന്നിട്ട് വരെ വർക്ക് കൊണ്ടുപോകാണെന്ന് പറയുന്നത് അസീസ് അല്ലേ? അതെ തീർച്ചയായിട്ടും. അവരെ ഒരു കടന്നുകയറ്റം ഈ സാധാരണക്കാരനെ വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇവർക്ക് എന്ന് വെച്ചപ്പം സാധാരണ ആദിവാസികൾക്ക് ഓൾറെഡി അരി കിട്ടിയാൽ പിന്നെ ഒരു 1-2 ദിവസം പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർ ജീവിതം അങ്ങനെ തട്ടുമുട്ടി കഴിഞ്ഞു പോകും. ഇപ്പം പണിക്ക് 2 ദിവസം പണി മൂലം കിട്ടാത്തൊരു മേഖലയിലാണ് ആദിവാസി പാവപ്പെട്ട അവരിങ്ങനെ വല്ലാത്തൊരു ദുരന്തത്തിലാണ് പോകുന്നത്. ഈ ബംഗാളികൾ കടന്നുകയറ്റം. പിന്നെ നാട്ടിപ്പണിക്ക് പോയാലും പണിയർ ഈ ആദിവാസികൾ നാട്ടിപ്പണിക്ക് പോയാലും 300 രൂപ 350 രൂപയാണ് കൂലി. പക്ഷേ ഈ ബംഗാളികൾക്ക് അവർ പണി 3000-3200 രൂപ ഒരു ദിവസം കൂലിയുള്ളത്. കാരണം അവർ 8 പേരും കൂടിയിട്ട് 5 ഏക്കറാണ് നടന്നത്. ഒരു ഏക്കർക്ക് 5000 രൂപയാണ് അതിൻ്റെ കൂലി. അപ്പോൾ പിന്നെ 8 പേരും കൂടി 5 ഏക്കർ നടമ്പോൾ 25000 രൂപ കൂലിയായി. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ 3200 രൂപ. ഞാൻ ചോദിക്കുന്നത് പിന്നെ അവർ നടുന്ന വൃത്തികരമായിട്ടുള്ള അതല്ലല്ലോ അവർ നടുന്നത്. ഈ ബംഗാളികൾ നടുന്നുണ്ടല്ലോ. ഈ ബംഗാളികൾ നടുന്ന നമ്മളെ എന്താ പറയുക വൃത്തികരം. ഇവർ നട്ടതിൻ്റെ അത്ര ഇതായിട്ടല്ലേ? ഇവർ ജഗബോഗായിട്ട് ഒരു കരാർ പോലെ നട്ടു പോവല്ലേ ചെയ്യുന്നത്? അല്ല 100% പെർഫെക്റ്റോട് കൂടിയാണ് എന്താക്കുന്നത് ബംഗാളികൾ നടന്നത്. അതാണ് കൂടുതലും ഇവരെ ബംഗാളി ആശ്രയിക്കാനുള്ള കാരണം. വെച്ചാൽ ഇവർക്ക് എന്ന് വെച്ചാൽ ഇവർ ആദിവാസികൾ എന്ന് വെച്ചാൽ അവരെ വിളിച്ചാൽ പെണ്ണുങ്ങൾ വിളിച്ചാൽ 9 മണി 10 മണിക്കാണ് വരിക. അതിന് 9 മണിക്ക് വന്നാൽ തന്നെ അവർ ഇന്ന് 5 ആൾ വന്നിട്ട് പിറ്റേന്ന് ഒരു 2 ആളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഒരുപാട് കാലതാമസങ്ങൾ വരും. നമ്മളെ ആദിവാസികളെ പണിക്ക് കിട്ടണമെങ്കിൽ തലേന്ന് ഇവർക്ക് അഡ്വാൻസ് കൊടുക്കണം. പിടിക്കണം. പിറ്റേന്ന് രാവിലെ വണ്ടിയായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അപ്പം ശരിയാണ് ഇവർ പറഞ്ഞു വെച്ചാൽ ശരിയാണ്. നമ്മളിപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ അവർക്ക് വരാൻ കുറച്ച് കഷ്ടപ്പാടാണ്. കാരണം രാവിലെ എണീറ്റ് വരില്ല. കാരണം അവർ നമ്മളെപ്പോലെ തന്നെ അല്ലല്ലോ. അല്ല, വ്യത്യാസം ഉണ്ടല്ലോ. പക്ഷെ അവർക്ക് എന്താ പ്രശ്നം എന്നറിയോ? ഞാൻ വേറെ ഓപ്പണായിട്ട് പറയില്ല. അപ്പോൾ അവരിപ്പോൾ നമ്മളിപ്പം കള്ളുടിക്കുന്ന ആളെ ശരി, സേർട്ട് വലിക്കുന്ന ശരി അവർ തലേന്ന് ആയി കഴിഞ്ഞാൽ അവർ രാവിലെ പണിക്ക് എഴുന്നേറ്റ് വരും.
പക്ഷെ അവരെ കൊണ്ടുവരാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വണ്ടിയോ ഇതൊക്കെ ആയിട്ട് പോയാൽ മാത്രമേ അവർ വരും. അതെ തീർച്ചയായിട്ടും. ശരിയല്ലേ? ബംഗാളികൾ വെച്ചാൽ ഇപ്പോൾ ആദിവാസികൾ എന്ന് വെച്ചാൽ ഇപ്പോൾ അവർക്ക് ഒരു 600 റുപ്യ അവിടെ ഫിക്സഡ് കൂലി, ഒരു 5 വർഷമായിട്ട് അതിൻ്റെ 6 വർഷം 600 റുപ്യ. പക്ഷെ ബംഗാളികൾ രാവിലെ നമ്മൾ കമ്പളക്കാട് പോയി കൂട്ടിക്കൊണ്ടുവന്ന് ആ വണ്ടിക്കൂലി നമ്മൾ കൊടുക്കണം. അവർക്ക് 12 മണി വരെ കോൺക്രീറ്റ് 1200 റുപ്യാണ് അവർ കൂലി. ഇതിനെക്കാട്ട് ഡബിൾ ചാർജ്, ഉച്ചവരെ പണി, ഭക്ഷണം ഫ്രീ, വണ്ടിക്കൂലി ഫ്രീ. പക്ഷേ ഈ പാവപ്പെട്ട ആദിവാസികൾക്ക് അതൊന്നും ഫ്രീ ഇല്ല. അതാണ് പ്രശ്നം. അപ്പോൾ അവർക്ക് ഒരു പ്രയാസങ്ങൾ മാനസികമായിട്ട് ഇവർക്ക് ഒന്നും പ്രതികരിക്കാൻ കഴിയില്ല. ആദിവാസികൾ പ്രതികരിക്കുന്നില്ല. അതുകൊണ്ട് പ്രതികരിക്കാത്തന്നെ അവർക്ക് കൂലിയില്ല, ഒന്നുമില്ല. അവർ കിട്ടിയ മേടിച്ച് പോകും. പിന്നെ മെയിനായിട്ടുള്ള മദ്യത്തിന് അടിമയാണ് 99%. അതാണ് പ്രശ്നം. കാരണം അതിലെ ഭക്ഷണം അവർ കഴിക്കുന്നില്ല. പിന്നെ ഇവർ പണിയെടുക്കുമ്പോൾ അവർക്ക് പണിയെടുക്കാൻ കഴിയുന്നില്ല. അതൊക്കെ തന്നെ മറ്റുള്ള ജനങ്ങളെ നോട്ടത്തിൽ അത് വല്ലാത്തൊരു കുറവ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു പക്ഷേ അങ്ങനെ ഒരു ഇനിയൊരു പുതിയ തലമുറ വാർത്തെടുക്കണമെങ്കിൽ അത് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ പാവപ്പെട്ട ആദിവാസികൾ ഒരു 35-40 വയസ്സിൻ്റെ ഉള്ളിൽ എന്താക്കും, പിന്നെ ശാരീരികമായിട്ട് തളർന്നു പോകും. ആ ഒരു കണ്ടീഷനിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്നാൽ ഓൾ ദി ബെസ്റ്റ്. ഞാൻ നിങ്ങളെ പിന്നെ സിനിമ ഉണ്ടല്ലോ. ഞാൻ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് സിനിമയിൽ അഭിനയിച്ച് 10-28 ഷോർട്ട് മൂവി ചെയ്തു. ചെറിയൊരു ഗായകനാണ്, ചെറിയൊരു മജീഷ്യനാണ്. അപ്പൊ ഇങ്ങനെ എന്താ ഇപ്പൊ കാണിച്ചു പക്ഷേ പോയി ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ, എൻ്റെ അടുത്ത് സാധാ ഒരു പേപ്പർ. അതെ, ഇതാ ഒരു പേപ്പർ, സാധാ പേപ്പർ ഫോൾഡ് ചെയ്തു. 1 2 3 4 5 6 7. അപ്പം അതിൻ്റെ ഒരു എണ്ണത്തിൻ്റെ ഒരു അങ്ങനെ അതിൻ്റെ രീതി വെച്ചു. 1 2 3 സ്ലീപ്പ്. 1 2 3 പേപ്പർ. ഓക്കെ, അടിപൊളി അടിപൊളി. താങ്ക് യു അസീസ്ക. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ വന്ന് കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ കോട്ടത്തറ ടൗണിൽ എത്തിയപ്പോൾ ഞാൻ കണ്ടു, നമ്മൾ അസീസ്ഖാനെ കണ്ടു. അദ്ദേഹം ചെറിയൊരു മജീഷ്യനൊക്കെ ആയിരുന്നു. അപ്പോൾ ആ മജീഷ്യൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടു. സന്തോഷം. ഇനിയിപ്പോൾ ഞാൻ പോകാൻ പോണത് ഇതാ അവിടെ നമുക്കിനിയിപ്പോൾ കാണിക്കാൻ പോണത് ഇതാ കണ്ടോ കേട്ടോ. ചെറുകിട കടകളൊക്കെ ഞാൻ പറഞ്ഞില്ല, ഈ കടകളൊക്കെ ഒന്ന് എടുക്കുക. നമ്മളെ നാടിൻ്റെ പ്രാചീനത ഇതൊന്ന് കാത്തു സൂക്ഷിക്കുക. നല്ലത് കാത്തു സൂക്ഷിക്കുക. നാടിനെ കാണിക്കണേ. ബാർബർ ഷോപ്പുണ്ട്, അതുപോലെ അത് ഉണക്കമീൻ കച്ചവടം, എല്ലാ പരിപാടികളും ഉണ്ടോ. ഒരു സാധാരണ ഒരു ചേട്ടൻ അവിടെ കൈയൊക്കെ കെട്ടി നിൽക്കുന്നു. നമ്മുടെ ചിക്കൻ കട, ബസ്സൊക്കെ വന്നിട്ടുണ്ടല്ലോ. ചെറിയ ബസ്സൊക്കെ ഓടുന്നുണ്ട് ചെറുതായിട്ട് റൂട്ടിൽ കേട്ടോ. കേട്ടോ, കാണാൻ തന്നെ ഒരു കട കോട്ടത്തറ. ഇത് നമ്മളെ മണിയങ്കോട് വഴി ഞാൻ പറഞ്ഞില്ല, നേരത്തെ കോട്ടത്തറ മണിയങ്കോട് വഴി ബസ്സാണ്. അപ്പോൾ നമ്മളിപ്പോൾ കോട്ടത്തറ ടൗൺ കാണിച്ചു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ബായ്.